ഇന്ന് കർത്താവിൻ്റെ വചനം ഏൽപ്പിച്ചിരിക്കുന്ന രണ്ട് വചനങ്ങൾ. ഒന്ന്, ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 19-ാം തിരുവചനം. ലൂക്ക് ചാപ്റ്റർ 4 വേഴ്സ് നമ്പർ 19. ഹല്ലേലൂയ. ലൂക്ക് ചാപ്റ്റർ 4 വേഴ്സ് നമ്പർ 19. വാക്യം ഇതാണ്. ഹല്ലേലൂയ. And that the time of the Lord's favor has come. വാക്യം 1. The year of the Lord's favor എന്ന് NIV ട്രാൻസ്ലേഷൻ പറയുന്നു. NLT ട്രാൻസ്ലേഷനിൽ നിന്നാണ് ഞാനിപ്പം വായിച്ചത്. The time of the Lord's favor has come. ദൈവത്തിൻ്റെ പ്രസാദ സമയം വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രസാദ വർഷം വന്നിരിക്കുന്നു. ഇന്നൊന്ന് പറഞ്ഞ് 2025 എനിക്കും എൻ്റെ കുടുംബത്തിനും പ്രസാദ വർഷമാണ്. ഹല്ലിയ. ഫേവർ അപ്പോൺ ഫേവർ. പ്രസാദത്തിൻ്റെ പുറത്ത് പ്രസാദം. ഗ്ലോറി അപ്പോൺ ഗ്ലോറി. മഹത്വത്തിൻ്റെ പുറത്ത് മഹത്വം. ഗ്രേസ് അപ്പോൺ ഗ്രേസ്. കൃപയുടെ പുറത്ത് കൃപ. ഹല്ലേലൂയ. സ്തോത്രം. ഫേവർ അല്ലെങ്കിൽ പ്രസാദം ഉള്ളിടത്ത്, ദൈവപ്രസാദം ഉള്ളിടത്ത് ദൈവകൃപയുണ്ട്. എഫെസ്യരുടെ ലേഖനം 2:8-9 വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. എഫെസ്യരുടെ ലേഖനം 2:8-9 വാക്യങ്ങൾ. എഫേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 8 and 9. വാക്യം ഇങ്ങനെ പറയുന്നു. God saved you by his grace when you believed, and you cannot take credit for this. It is a gift from God. Gift from God. It is a favor from God. Kanda. Salvation is not a reward for the good things we have done, so none of us can boast about it. Kanda. ദൈവത്തിൻ്റെ കൃപയാലത്രേ നമ്മളെ ഓരോരുത്തരെയും രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനാർക്കും പറയാൻ പറ്റത്തില്ല ഞാൻ കാരണമാണ് ആ വ്യക്തി ക്രിസ്തുവിലേക്ക് വന്നത്, ഞാൻ കാരണമാണ്, ഞാനിങ്ങനെ ഒരുപാട് മുട്ടയെ കുത്തിയും തലയും കുത്തിയൊക്കെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു കാലയിലൊക്കെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ പട്ടിണി കിടന്നു, ഞാൻ ഉപവസിച്ചു, ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ കൃപയിൽ വന്ന, അല്ലെങ്കിൽ ആ വ്യക്തി രക്ഷപ്പെട്ടനോ അതൊന്നുമല്ല. തിരുവചനം പറയുന്നു ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പ്രസാദം തോന്നിയിട്ട് തന്നത്. എന്നൊന്ന് പറഞ്ഞ് ഇതെൻ്റെ പ്രസാദ കാലമാണ്. ഹല്ലേലൂയ. 2025 എൻ്റെ പ്രസാദ കാലമാണ്. ചിലവർക്ക് വേണ്ടി ബിൻസെ കർത്താവിൽ ഏറ്റെടുത്തോണം. ബിൻസ് ചെന്ന് നിന്നാൽ മതി, ചില വാതിലുകളൊക്കെ ബിൻസിന് വേണ്ടി തുറക്കും. ബിൻസ് പറഞ്ഞിട്ടുണ്ട് പല നാളും ഇതെന്താ കഷ്ടമാ, അല്ലെങ്കിൽ ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചെടുത്തൊക്കെ അല്ലയോ ബിൻസ് ചെന്ന് നിൽക്കുമ്പോൾ ചില ഫേവറബിൾ ഡോഴ്സ് തുറക്കും. ഇന്ന് പറയണം ഡബിൾ ഡോഴ്സ് തുറക്കും എന്ന് പറയണം. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഇരട്ട വാതിലുകൾ എനിക്ക് വേണ്ടി തുറക്കുമെന്ന് പറയണം. സ്തോത്രം. ഹല്ലേലൂയ. പ്രസാദ വർഷത്തിലുണ്ടല്ലോ ദൈവത്തിൻ്റെ പ്രസാദം വരുമ്പോൾ ഗിഫ്റ്റ് ഇങ്ങോട്ട് വരും അല്ലേ. നമ്മൾ ചിലപ്പം ചില കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്നവർ, അവരോട് മാനേജറിന് ഫേവർ തോന്നിയാൽ എന്ത് ചെയ്യും? അവരെ അങ്ങ് ശ്വാസം മുട്ടിക്കുന്ന വണ്ണം അവർക്ക് നന്മകൾ ചെയ്തു കൊടുക്കും അല്ലേ. ജോസഫിനോട് ഫെറവോന് ഫേവർ ഉണ്ടായി. എങ്ങനെയാണ് ഫേവർ ഉണ്ടായത്? ദൈവത്തിൻ്റെ ഫേവർ ഫെറവോൻ്റെ ഹൃദയത്തിനകത്തേക്ക് ജോസഫിനോട് തോന്നിച്ചു. ദൈവത്തിന് ജോസഫിനോട് ഭയങ്കര പ്രസാദം തോന്നി. എന്നുവെച്ചാൽ മഴയാണേലും വെള്ളമാണേലും വെയിലാണേലും പട്ടിണിയാണേലും ജയിലാണേലും കുഴിയാണേലും എന്താണെങ്കിലും ജോസഫ് പ്രാർത്ഥിക്കാതിരുന്നില്ല. ജോസഫ് പ്രാർത്ഥനയിലും വിശ്വസ്തതയിലും വിശുദ്ധിയിലും ഒക്കെ ജീവിക്കുന്നവനായിരുന്നു. അപ്പം ദൈവം ഫേവർ ചെയ്തു ജോസഫിനെ. ഈ ഫേവർ ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്തുള്ള ഫേവർ ഫെറവോൻ്റെ ഹൃദയത്തിനകത്തോട്ട് ദൈവം ഇട്ടുകൊടുത്തു. അപ്പം ഫെറവോൻ ജോസഫിനെ നോക്കിയപ്പം ജോസഫിനോട് ഫെറവോന് ഭയങ്കര ഇഷ്ടം തോന്നി. ഹല്ലേലൂയ. എന്നിട്ട് ഒരു സ്വപ്നം ദൈവം ജോസഫിൻ്റെ ഹൃദയത്തിനകത്ത് മനസ്സിലാക്കി കൊടുത്തു. ഫെറവോൻ്റെ സ്വപ്നം എന്താണെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കാണുന്നു, ഫെറവോൻ അങ്ങോട്ട് ജോസഫിനെ ഓർത്തങ്ങ് വട്ടുപിടിച്ചു. എന്നിട്ട് ജോസഫിന് വസ്ത്രം കൊടുത്തു, മോതിരം കൊടുത്തു, ചെരുപ്പ് കൊടുത്തു, കുതിരയെ കൊടുത്തു, പാലസ് കൊടുത്തു, എല്ലാ അധികാരം കൊടുത്തിട്ട് പറഞ്ഞു, ദേ ഞാൻ കഴിഞ്ഞിട്ട് അടുത്തയാള് ജോസഫാണ്. ഇവൻ വിരൽ അനക്കാതെ ഇവിടെ ഒരു കാര്യവും അനങ്ങത്തില്ല. വണ്ടർഫുൾ. കണ്ടോ, ഇതാണ് ഫേവർ. ഹല്ലേലൂയ.
സ്തോത്രം, മഹത്വം. ഹല്ലേലൂയ. ഇന്ന് പറഞ്ഞേ പ്രസാദകാലമായി എനിക്ക് അങ്ങനെ അനുഭവിക്കണ്ടേ? ചെന്ന് ഒരു കാര്യത്തിന് വേണ്ടി നിൽക്കുന്നതിന് മുമ്പ് വാതിലുകൾ തുറക്കുന്നേ, ഒരു കാര്യം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അതിന് മറുപടി ലഭിക്കുന്നേ, വേണ്ടേ കുടുംബത്തിനകത്ത് ചില നന്മയൊക്കെ തുറന്നു വരുന്നേ, പ്രസാദകാലം. ഹല്ലേലൂയ. ദൈവത്തിന് ഫേവർ തോന്നിയാൽ, ഹല്ലേലൂയ, മറ്റുള്ളവരുടെ ഹൃദയത്തിനകത്തോട്ട് നമ്മളോട് ഭയങ്കര അനുകമ്പ അല്ലേ, അനുകമ്പ തോന്നിക്കും, ഭയങ്കര ഫേവർ തോന്നിക്കും. ഹല്ലേലൂയ. ഭയങ്കര ഇഷ്ടം തോന്നിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ അവർ കൊണ്ടുവന്ന് നമ്മുടെ മടിയിലിട്ട് തരും. ഹല്ലേലൂയ. സ്തോത്രം, കർത്താവിന് മഹത്വം. ഇന്ന് പറഞ്ഞേ മേളിലിരിക്കുന്നവർ എന്നെ മാനിക്കുന്ന വർഷമാണെന്ന് പറഞ്ഞേ. സ്തോത്രം, മേളിലിരിക്കുന്നവർ എന്നെ മാനിക്കുന്ന ഒരു കാലമാണ് 2025. സ്തോത്രം, ഞാൻ പ്രതീക്ഷിക്കാത്ത വാതിലുകൾ എനിക്ക് വേണ്ടി തുറക്കും, പ്രതീക്ഷിക്കാത്ത നന്മകൾ എനിക്ക് വേണ്ടി തുറക്കും. ചിലവരൊക്കെ ചൂണ്ടയിട്ട് പിടിക്കുന്നത് പോലെ നന്മയെ പിടിച്ചെടുക്കും. ബിനോയ് ബ്രദറെ, ബ്ലെസ്സൻ മോനെ കുറിച്ച് ഞാനൊരു ദൂത് അങ്ങോട്ട് കൈമാറാം. ആ ദൂത് അവന് വേണ്ടിയുള്ളത്. ചൂണ്ടയിട്ട് പിടിക്കുന്നത് പോലെ ചില നന്മകൾ അവൻ പിടിച്ചെടുക്കും. സ്തോത്രം, നിങ്ങൾ അച്ഛനും അമ്മയും നോക്കിയിട്ട് ചോദിക്കും, അയ്യോ ഇതെങ്ങനെ നടന്നു ഞങ്ങളുടെ മോന് വേണ്ടി. പക്ഷെ ഞാൻ പറയട്ടെ, സ്വർഗം അവൻ്റെ മേലൊരു ഫേവർ, സ്വർഗം അവൻ്റെ മേലൊരു ഫേവർ ഇട്ടിട്ട് അവനിങ്ങനെ നോക്കിയാൽ മതി, ചൂണ്ടയിട്ട് പിടിക്കുന്നത് പോലെ അവൻ ചില നന്മകളെ പിടിച്ചെടുക്കും. ഹല്ലേലൂയ. ഇതാണ് പ്രസാദം. ഇന്നൊന്ന് പറഞ്ഞേ, എൻ്റെ കുടുംബത്തിൻ്റെ പ്രസാദ വർഷമാ 2025. ചില മേലധികാരികളുടെ ഹൃദയത്തിനകത്ത്, ചില ചുറ്റിനും നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങളെക്കുറിച്ചുള്ള ഇഷ്ടം അങ്ങോട്ട് തോന്നിക്കും. നിങ്ങൾ പറയും, നിങ്ങൾ ചോദിക്കും, ഇതെന്തൊരു ഇഷ്ടമാ, ഇതെങ്ങനെയാ ഇത് സംഭവിക്കുന്നത്? എനിക്ക് ശ്വാസം മുട്ടുന്നു ഇവരുടെ ഇഷ്ടം തോന്നിയിട്ട്. പക്ഷെ ഞാൻ പറയട്ടെ, ഇത് കർത്താവ് ചെയ്ത് തരുന്നതാ. ഹല്ലേലൂയ. നമുക്ക് വാക്യത്തിനകത്തേക്ക് കയറാം. അടുത്ത ഒരു വാക്യം കർത്താവ് ഏൽപ്പിച്ചത് യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 61 അധ്യായം അതിൻ്റെ 7 തിരുവചനം. ഹല്ലേലൂയ. ഐസയ ചാപ്റ്റർ 61 വേഴ്സ് നമ്പർ 7. ഹല്ലേലൂയ. Instead of shame and dishonor, you will enjoy a double share of honor. You will possess a double portion of prosperity in your land, and everlasting joy will be yours. അത് നമുക്ക് മലയാളത്തിൽ വായിച്ച് കേൾക്കാം. നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും. പറഞ്ഞേ, ഇരട്ടി പ്രതിഫലം. ഹല്ലേലൂയ. ഇരട്ടി പ്രതിഫലം. ലജ്ഞയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. ഇരട്ടി നന്മയെന്നാണ് അവിടെ പറയുന്നത്. ലജ്ഞയ്ക്ക് പകരം ഇരട്ടി നന്മ. അങ്ങനെ അവർ തങ്ങളുടെ ദേശത്തെ ഇരട്ടി അവകാശം. ഹല്ലേലൂയ. അപ്പം കണ്ടോ, ഡബിൾ ഷെയർ. ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ബൈബിളിൽ നിന്ന് അങ്ങനെ മലയാളത്തിലോട്ടൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യട്ടെ. ഭയങ്കര പവർഫുള്ളാണ് ആ ട്രാൻസ്ലേഷൻ കേൾക്കുമ്പോൾ. ഇങ്ങനെയാ പറയുന്നത്, നിങ്ങൾക്ക് ലജ്ജയ്ക്കും അവഗണനയ്ക്കും പകരം നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത്? നിങ്ങൾ സന്തോഷിക്കാൻ പോകും, നിങ്ങൾ ആനന്ദിക്കാൻ പോകും. എങ്ങനെയാണ് നിങ്ങൾ ആനന്ദിക്കാൻ പോകുന്നത്? യു വിൽ എൻജോയ് എ ഡബിൾ ഷെയർ ഓഫ് ഓണർ എന്ന് പറഞ്ഞാൽ ഇരട്ടി പങ്ക് മാന്യത നിങ്ങൾക്ക് ലഭിക്കുമെന്നോ. ഓ ഹല്ലേലൂയ. അപ്പം എവിടെ നിങ്ങളെ അവഗണിച്ചോ അവിടെ നിങ്ങൾക്ക് ഇരട്ടി പങ്ക് മാന്യത. ഓ ഹല്ലേലൂയ. സ്തോത്രം. പഴയ കാലത്ത് വചന പുസ്തകം നമ്മൾ ബൈബിൾ എടുക്കുമ്പോൾ ചില ആൾക്കാർ ടൗണിൻ്റെയോ വില്ലേജിൻ്റെയോ പടിവാതിക്കൽ വന്നവർ ചർച്ച കൂടാനായിട്ടിരിക്കും. അവരൊക്കെ ആ ദേശത്തെ പ്രമാണികളായിരുന്നു. അവർ ഓണറബിൾ പൊസിഷനിലുള്ളവരായിരുന്നു. വെച്ചാൽ അവർ പറയുന്നതിനപ്പുറം വേറെ ഒന്നും നടക്കത്തില്ല. ഞാനിന്ന് പറയട്ടെ, ഇന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ടപ്പോൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നീ ഒന്നും മിണ്ടാതിരുന്നേ, ഞങ്ങളൊന്ന് തീരുമാനിക്കട്ടെ, ഞങ്ങൾ തീരുമാനം എടുക്കാം, ഞങ്ങൾ ചെയ്യാം, ഞങ്ങൾ നോക്കാം, ഞങ്ങൾ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇനി നിങ്ങൾ അങ്ങോട്ട് വാ തുറക്കുമ്പോൾ അവർ കാത് തുറന്ന് കേട്ടിട്ട് അവർ പറയും, അയ്യോ തീരുമാനം എടുത്തോ കേട്ടോ, നിങ്ങളുടെ കയ്യിൽ. ഹല്ലേലൂയ. നിങ്ങൾ എവിടെ നിന്നിച്ചോ, എവിടെ മാന്യത കാണിക്കാതിരുന്നോ അവിടെ ഇന്നൊന്ന് പറഞ്ഞേ, ഇരട്ടി പങ്ക് മാന്യത, ഡബിൾ ഷെയർ ഓഫ് ഓണർ. ഹല്ലേലൂയ എന്ന് വിളിച്ചു പറഞ്ഞേ, ഐ റിസീവ് എ ഡബിൾ ഷെയർ ഓഫ് ഓണർ. ഞാനിതിനെ സ്വീകരിക്കുക, ഇരട്ടി പങ്ക് മാന്യത. ഹല്ലേലൂയ. മാനിക്കാതെ പോയെടുത്തൊക്കെ ഇരട്ടി പങ്ക് മാന്യത. എന്നിട്ട് അവിടെ പറയുന്നു അതേ വാക്യം, യു വിൽ പൊസസ് എ ഡബിൾ പോർഷൻ ഓഫ് പ്രോസ്പെരിറ്റി ഇൻ യുവർ ലാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാർക്കുന്ന ദേശത്ത് നിങ്ങൾക്ക് ഇരട്ടി പങ്ക്
പ്രോസ്പെരിറ്റി എന്തുവാ? നന്മ. ഓക്കെ, നന്മ നിങ്ങളുടെ കൈവശമാക്കുവെന്ന്. ഹല്ലേലൂയ. നിങ്ങൾ പാർക്കുന്ന ദേശത്ത് നിങ്ങൾക്ക് ഇരട്ടി പങ്ക് നന്മ നിങ്ങളുടെ കൈവശമാക്കുവെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഒന്നും കൂടെ ആഴത്തിൽ പറയട്ടെ. എവിടെ നിങ്ങൾ തോറ്റുപോയോ, എവിടെ നിങ്ങൾ കടഭാരത്താൽ നാട്ടുകാർ പറഞ്ഞോ നിങ്ങളിത് പൂട്ടിക്കെട്ടി പോകേണ്ടി വരുമെന്ന്, എവിടെ നിങ്ങൾ പലവരുടെ മുമ്പിൽ ചെന്ന് കടം ചോദിച്ചു, മറ്റുള്ളവർ പറഞ്ഞു കാണും ഇത്രയും നിങ്ങൾക്ക് ഇങ്ങനെ വലിയ വിഷമം വന്നോ എന്നൊക്കെ ചോദിച്ച് നാണക്കേട് തോന്നിയെടുത്ത്, ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, കർത്താവ് ഇങ്ങനൊരു വാക്ക് പറയുന്നു, കുത്തുവാള എടുത്ത സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഭയങ്കര ദരിദ്രമായി പോയതല്ലേ. അജ്ഞാനിയായ സ്ഥലത്ത് കർത്താവ് ഇരട്ടി പങ്ക് നന്മ തന്ന് അനുഗ്രഹിക്കാൻ പോകുക. ഹല്ലേലൂയ. ഏറ്റെടുക്കുന്നവരൊക്കെ ഏറ്റെടുത്തോ. സ്തോത്രം. ഡബിൾ ഷെയർ ഓഫ് പ്രോസ്പെരിറ്റി. എവിടാണ്? നിങ്ങൾ പാർക്കുന്നിടത്ത്, നിങ്ങൾ ആയിരിക്കുന്ന ദേശത്ത്, നിങ്ങളെ പരിചയമുള്ളിടത്ത്, ഹല്ലേലൂയ, അതേ സ്ഥലത്ത് ഇരട്ടി പങ്ക് നന്മ തന്ന് കർത്താവ് നിങ്ങളുടെ തലയെ ഉയർത്തുന്ന സമയമാ, ഉയർത്തുന്ന കാലമാണ് 2025. ചില കടബാധ്യതകൾ ഗുഡ് ബൈ പറഞ്ഞേച്ച് നിങ്ങളെ വിട്ട് ഓടിപ്പോകുന്ന വർഷമാണ്. ഹല്ലേലൂയ. ചില തോറ്റുപോയി എന്നൊക്കെ പറഞ്ഞ മേഖലകളുണ്ടല്ലോ. പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, സാമ്പത്തികത്തിൽ മാത്രമല്ല പ്രോസ്പെരിറ്റി, ആരോഗ്യത്തിൽ പ്രോസ്പെരിറ്റി, കുടുംബജീവിതത്തിൽ പ്രോസ്പെരിറ്റി, മക്കളുടെ വിദ്യാഭ്യാസത്തിൽ പ്രോസ്പെരിറ്റി. ഹല്ലേലൂയ. നമ്മളുടെ കൊടുക്കൽ വാങ്ങൽ ബന്ധങ്ങളിലെ സകലത്തിലും ആത്മീയ ജീവിതത്തിൽ എവിടൊക്കെ വർധനവുണ്ടോ അതൊക്കെ പ്രോസ്പെരിറ്റിയാണ്. അല്ലാതെ ബാങ്കിൽ 10 കോടി കിടക്കുന്നത് മാത്രമല്ല പ്രോസ്പെരിറ്റി. ബാങ്കിൽ 10 കോടി കിടന്നിട്ട് ഒരു രാത്രി പോലും കിടന്നുറങ്ങാൻ പറ്റാത്തവരുണ്ട്. 10 കോടി ബാങ്കിൽ കിടന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് കയറി ഇറങ്ങാൻ സമയമില്ലാത്തവരുണ്ട്. രോഗക്കിടക്കെ കിടക്കുന്നവരുണ്ട്. ഇറ്റ് ഈസ് നോട്ട് പ്രോസ്പെരിറ്റി. അത് പ്രോസ്പെരിറ്റി അല്ല, അത് നന്മയും വർധനവുമല്ല. കർത്താവ് പറയുന്നേ, നിങ്ങൾ പാർക്കുന്ന ദേശത്ത് യു വിൽ ഹാവ് എ ഡബിൾ പോർഷൻ ഓഫ് പ്രോസ്പെരിറ്റി. മാത്രമല്ല ആ വാക്യം പറയുന്നു, ആൻഡ് എവർ ലാസ്റ്റിംഗ് ജോയ് വിൽ ബി യോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇരട്ടി പങ്ക് മാന്യത, ഇരട്ടി പങ്ക് നന്മ, അതിനോടൊപ്പം നിങ്ങൾക്ക് അടച്ചു വെക്കാൻ പറ്റാത്ത നിത്യതയോളം എത്തിയെന്ന് വെച്ചാൽ എവർ ലാസ്റ്റിംഗ്, ഫോർ എവർ നിൽക്കുന്ന, എന്നേക്കും നിലനിൽക്കുന്ന സന്തോഷവും നിങ്ങളുടേതായിരിക്കും. ഹല്ലേലൂയ. ഇന്നൊന്ന് ഏറ്റുപറഞ്ഞ്, എനിക്ക് ഇരട്ടി പങ്ക് മാന്യത, എനിക്ക് ഇരട്ടി പങ്ക് ഉയർച്ച, എനിക്ക് നിത്യമായ സന്തോഷം. ഹല്ലേലൂയ. ഇതെൻ്റെ അവകാശമാണ് 2025. ഇതുകൊണ്ടാണ് ഇതിന് പ്രസാദ വർഷം എന്ന് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. അപ്പം ഈ 2025 ഭയങ്കര അനുഗ്രഹത്തിൻ്റെ സമയമാണ്. ഹല്ലേലൂയ. യെശയ്യാവിൻ്റെ 61 തന്നെ വരുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, കർത്താവിന് മഹത്വം. യെശയ്യാവിൻ്റെ 61 നമ്മൾ ഈ വാക്യത്തിനകത്ത് വരുമ്പോൾ 2-ാം തിരുവചനം അതിൻ്റെ 1 തൊട്ടൊന്ന് നോക്കാം. 1-2 വാക്യങ്ങൾ. ഹല്ലേലൂയ. അതിനകത്ത് 1-2 വാക്യങ്ങൾ പറയുന്നുണ്ട്. 1 പറയുന്നു, 61-ന്റെ 1, ഐസയ 61-ന്റെ 1 ഇങ്ങനെ പറയുന്നു, ഫോർ ദ ലോർഡ് ഹാസ് അനോയിന്റഡ് മീ, ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അങ്ങനെ പറയുന്നു. എന്നിട്ട് അതേ വാക്യത്തിനകത്ത് പറയുന്നു, ഹി ഹാസ് സെൻഡ് മീ. അപ്പം 2 വാക്യങ്ങൾ ഇവിടെ കാണാം. എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, എന്നെ അയച്ചിരിക്കുന്നു. സ്തോത്രം. എന്നെ അഭിഷേകവും ചെയ്തിരിക്കുന്നു, എന്നെ അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. മറ്റുള്ളവരോട് പറയാൻ അവരുടെ പ്രസാദ വർഷം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. എന്നെ പറഞ്ഞു ബന്ധസ്ഥരായിരിക്കുന്നവരെ വിടുവിക്കാൻ കുറേ വാക്കുകൾ അവിടെ പറയുന്നത്. അത് നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ ഈ യെശയ്യാവിൻ്റെ 61 നമുക്ക് എടുത്ത് ശ്രദ്ധിക്കാം. ഓക്കെ. പക്ഷേ ഇപ്പം നമ്മൾ തൽക്കാലം പുതിയ വർഷത്തിലേക്ക് കർത്താവ് ഏൽപ്പിച്ച ദൂതിനകത്തേക്ക് മാത്രം നമുക്കൊന്ന് ഉൾക്കൊണ്ട് നിൽക്കാം. ഹല്ലേലൂയ. ഇതൊന്ന് അകത്ത് കയറണം. ഇതിനകത്ത് കുറേ നല്ല വാക്കുകൾ പറയുന്നുണ്ട്. എന്നൊന്ന് പറഞ്ഞ്, എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, എന്നെ അയച്ചിരിക്കുന്നു. സ്തോത്രം. ഇന്നൊന്ന് പറഞ്ഞ്, ഞാൻ അഭിഷേകമുള്ള വ്യക്തി, ഞാൻ അയക്കപ്പെട്ട വ്യക്തി. ഹല്ലേലൂയ. അപ്പം പറഞ്ഞ്, അഭിഷേകം, അയക്കപ്പെട്ടത്. ഹല്ലേലൂയ. അഭിഷേകമുള്ള വ്യക്തി, അയക്കപ്പെട്ട വ്യക്തി. അപ്പം അഭിഷേകമുള്ള
അഭിഷേകമുള്ള വ്യക്തി, അയക്കപ്പെട്ട വ്യക്തി ആയ ഞാൻ പ്രസാദ വർഷത്തിനകത്തേക്ക് കയറുമ്പോൾ സ്തോത്രം, എൻ്റെ അഭിഷേകം എന്ത് ചെയ്യും? എൻ്റെ അഭിഷേകം അങ്ങോട്ട് ചലിക്കാൻ തുടങ്ങും. സ്തോത്രം. ഗ്ലോറിക്കകത്തുനിന്ന് ഗ്ലോറിയിലേക്ക്, അടുത്ത ലെവൽ ഗ്ലോറിക്കകത്തേക്ക്, ഹല്ലിയ, ഫേവറിനകത്തുനിന്ന് അടുത്ത ലെവൽ ഫേവറിനകത്തേക്ക് കയറുമ്പോൾ കർത്താവിൻ്റെ വചനം പറയുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ഇരട്ടി പങ്ക് അനുഗ്രഹം, ഇരട്ടി പങ്ക് മാന്യത, ഇരട്ടി പങ്ക് സന്തോഷം, ഇരട്ടി പങ്ക് സമാധാനം, ഇരട്ടി പങ്ക് സ്വസ്ഥത, എൻ്റെ മക്കളുടെ ജീവിതത്തിനകത്ത് ഇരട്ടി പങ്ക്, എൻ്റെ സാമ്പത്തികത്തിനകത്ത് ഇരട്ടി പങ്ക്, ആരോഗ്യത്തിനകത്ത് ഇരട്ടി പങ്ക്, കൊടുക്കൽ വാങ്ങലിനകത്ത്, ബന്ധങ്ങൾക്കകത്ത്, ആത്മാവിനകത്ത്, ഹല്ലിയ, വർദ്ധനവ് വർദ്ധനവ് വർദ്ധനവ്, ഇരട്ടി പങ്ക്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന് മഹത്വം. ഇത് അനുഭവിക്കണോ? കർത്താവ് പറയുന്നേ, എങ്ങും പോവണ്ട, ഇത് സൗജന്യമാ. എഫെസ്യരുടെ ലേഖനം 2:8-9 നമ്മൾ കണ്ടു അല്ലേ? അതെന്താ പറഞ്ഞത്? രക്ഷ സൗജന്യമാ. രക്ഷയ്ക്കകത്ത് കിടക്കുന്ന ഒരു നന്മയാണ് ഹല്ലിയ, പ്രസാദം. ഈ പ്രസാദത്തിനകത്ത് കൃപയുണ്ട്. പ്രസാദവും കൃപയും കൂടെ ഒന്നിച്ചാ പോകുന്നേ. പ്രസാദത്തിൻ്റെ അർത്ഥം ഞാനൊന്ന് പറയാം. ഫേവർ എന്ന് പറഞ്ഞാൽ ഗ്രേഷ്യസ് കൈൻഡ്നെസ്. Hallelujah. Approval from a superior, a special privilege or right granted or conceded. Hallelujah. അപ്പം എനിക്ക് സ്പെഷ്യലായിട്ട് കിട്ടുന്ന ഒരു അവകാശമാണ് പ്രസാദം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫേവർ എന്ന് പറയുന്നത്. അതൊരു ഗിഫ്റ്റാണ്. ഞാൻ ചോദിച്ചില്ല. എൻ്റെ വിവാഹം നടന്നപ്പം ഞാൻ ആരോടും പറഞ്ഞില്ല എനിക്ക് ഗിഫ്റ്റ് കൊണ്ട് തരണമെന്ന്. ഞങ്ങൾ പ്രത്യേകമായി പറഞ്ഞു ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവരില്ലെന്ന് പറഞ്ഞു. പക്ഷേ ചില ആൾക്കാർ അവർക്കങ്ങ് ഞങ്ങളോട് അധികം സ്നേഹം തോന്നിയിട്ട് എന്തൊക്കെ ഞങ്ങൾക്ക് കൊണ്ടു തന്നു. അവരുടെ സ്നേഹം അതിനകത്തുണ്ടായിരുന്നു. അതിൻ്റെ വിലയല്ല, അതിൻ്റെ സൗന്ദര്യമല്ല, പക്ഷേ അതിനകത്ത് അവരുടെ സ്നേഹമാണ്. ഞങ്ങൾ അവരോട് പറഞ്ഞില്ല ഞങ്ങൾക്ക് നമ്മൾ ഗിഫ്റ്റ് ആരെങ്കിലോടും പറയോ ഞങ്ങൾക്ക് ഇന്നത് മതി ഗിഫ്റ്റ് എന്ന് ആരെങ്കിലും പറയും. ഇന്നത്തെ കാലത്തൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. കല്യാണം കഴിക്കാൻ പോകുമ്പം ഭാര്യ ഭർത്താക്കന്മാർ പറയും ഞങ്ങൾക്ക് ഇന്നതൊക്കെ മതിയെന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ എന്താണ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ മക്കൾ നമ്മളോട് പറയും അപ്പ ഞങ്ങൾക്ക് ഇന്ന സാധനം വേണം ഗിഫ്റ്റായിട്ട്, പറയത്തില്ല. നമുക്ക് അവരോട് സ്നേഹം തോന്നി, ഇഷ്ടം കൂടിയിട്ട്, നമ്മൾക്ക് അവരോട് പ്രസാദം തോന്നിയിട്ട് നമ്മൾ അവർക്ക് മേടിച്ചു കൊടുക്കുന്നതോ ഇട്ട് കൊടുക്കുന്നതോ സൗജന്യമായി നൽകുന്നതോ ഒക്കെയാണ് ഹല്ലേലൂയ ഗിഫ്റ്റ് അല്ലെങ്കിൽ പ്രസാദം. സ്തോത്രം. എന്നിട്ട് ഗ്രേസ് നമുക്ക് നോക്കാം. ഗ്രേസിൻ്റെ അർത്ഥം ഗോഡ്സ് ഫ്രീ ആൻഡ് അൺമെറിറ്റഡ് ഫേവർ ടുവേർഡ്സ് സിൻഫുൾ ഹ്യൂമാനിറ്റി. എന്താണ്? ദൈവത്തിൻ്റെ സൗജന്യമായതും നമ്മൾക്ക് അർഹതപ്പെടാത്തതുമായ പ്രസാദം. എവിടെ? പാപിയായ മനുഷ്യരോട് ദൈവം കാണിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇത് രണ്ടും കൈകോർത്ത് നടക്കുന്ന സംഭവമാണ് അല്ലേ? പ്രസാദവും കൃപയും. ഫേവർ ആൻഡ് ഗ്രേസ്. ഹല്ലേലൂയ. ഈ ഫേവർ ഉള്ളിടത്ത് ഗ്രേസ് ഉണ്ട്, ഗ്രേസ് ഉള്ളിടത്ത് ഫേവർ ഉണ്ട്. ഇന്ന് ദൈവത്തിൻ്റെ ഫേവറുള്ള വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. ദൈവത്തിന് യേശുവിന് നമ്മളോട് ദേഷ്യമില്ല എന്നൊന്ന് പറഞ്ഞേ. യേശുവിന് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്നൊന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ഓരോ സാക്ഷ്യങ്ങൾ കേട്ടതല്ലേ? എത്ര കർത്താവിൻ്റെ എത്ര നമ്മൾക്ക് എണ്ണിത്തീർക്കാൻ പറ്റാത്ത വണ്ണം സ്നേഹം ലഭിച്ച ഒരു വർഷമാണ് പലവർക്കും ഈ വർഷം. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും ഇന്ന് നമ്മൾ ഒരു മിനിറ്റ് ഒന്ന് നിൽക്കുമ്പോൾ സ്തോത്രം, ഇന്ന് സമയം 12 മണി അല്ലേ? നാട്ടിൽ ഇന്ത്യൻ ടൈം 12 o'clock ആയി. പുതിയ വർഷത്തിനകത്തേക്ക് കയറി. ഇന്ന് ഒരു നിമിഷം നമ്മളൊന്ന് കണ്ണടച്ച് നിൽക്കുമ്പോൾ സ്തോത്രം, ഇന്ന് കർത്താവിനോട് പറയാം, കർത്താവേ, ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കുറ്റം പറയാനായിട്ടൊന്നുമില്ല, പിറുപിറുക്കാനായിട്ടൊന്നുമില്ല, നന്ദി മാത്രമേ ഉള്ളൂ. കർത്താവ് ചെയ്തത് സകലതും നല്ലത്. എൻ്റെ ദൈവം ചെയ്തത് സകലതും നല്ലത്. തന്നതെല്ലാം സൗജന്യം. അർഹതയില്ല, യോഗ്യതയില്ല ഇതൊന്നും ലഭിക്കാൻ. പക്ഷെ അപ്പായുടെ സ്വന്തം മകളും സ്വന്തം മകനുമാക്കി വെച്ചിട്ട് സ്വർഗത്തിലെ സകല നന്മകളാലും നിറച്ചിരിക്കുക. ഹല്ലേലൂയ. തിരുവചനം പറയുന്നു, നന്മയും കരുണയും ആയുഷ്കാലം മൊത്തം എന്നെ പിന്തുടരും. ഹല്ലേലൂയ. ഇന്ന് 2025 കയറുമ്പോൾ ഹല്ലേലൂയ, നന്മയുടെയും
കൃപയുടെയും വർഷമാ, ഫേവറിൻ്റെ വർഷമാ, പ്രസാദത്തിൻ്റെ വർഷമാ. ഇത് പ്രസാദ കാലമാ. ഹല്ലിയ. ഈ പുതിയ 2025 ഇന്നൊന്ന് വിളിച്ചു പറഞ്ഞേ, എനിക്ക് ഇരട്ടിപ്പങ്ക് മാനം, എനിക്ക് ഇരട്ടിപ്പങ്ക് നന്മ, എനിക്ക് ഇരട്ടിപ്പങ്ക് അനുഗ്രഹം, ഇരട്ടിപ്പങ്ക് കൃപ, ഇരട്ടിപ്പങ്ക് വിശാലത, ഇരട്ടിപ്പങ്ക് സന്തോഷം, എനിക്കെല്ലാം ഇരട്ടിയ. ഹല്ലേലൂയ. ഞാൻ അനുഭവിച്ച സകല സങ്കടത്തിനുമാ. യെശയ്യാവിൻ്റെ 61:7 വാക്യം ഇങ്ങനെയാ പറയുന്നത്, ഇൻസ്റ്റെഡ് ഓഫ് ഷെയിം ആൻഡ് ഡിസോണർ, നാണക്കേടിനും അവഗണനയ്ക്കും പകരമായി ഇരട്ടിപ്പങ്ക് മാന്യത, ഇരട്ടിപ്പങ്ക് ഉയർച്ച. ഹല്ലിയ. നിലനിൽക്കുന്ന സന്തോഷം. ഹല്ലിയ. എൻ്റെ കണ്ണുനീര് മാറുന്ന വർഷമാ, എൻ്റെ ദാരിദ്ര്യം മാറുന്ന വർഷമാ, എൻ്റെ ഇല്ലായ്മ മാറുന്ന വർഷമാ, എൻ്റെ മറ്റുള്ളവർ നോക്കി എന്നെ കുറ്റപ്പെടുത്തുന്ന അവസാനിക്കുന്ന വർഷമാ, എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്ന വർഷമാ. ഹല്ലിയ. എനിക്ക് നന്മ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പുതിയ വർഷം ഏറ്റവും ബ്ലെസ്ഡ് ആയിരിക്കും. ഞാൻ ഉറപ്പായിട്ടും പറയട്ടെ, ഇത് മറക്കല്ല. കൃപമേൽ കൃപ, പ്രസാദത്തിൻ്റെ മേൽ പ്രസാദം, കരുണയുടെ മേൽ കരുണ, അനുഗ്രഹത്തിൻ്റെ മേൽ അനുഗ്രഹം, എല്ലാം ഇരട്ടി ഇരട്ടി ഇരട്ടിയാകുന്ന ഒരു വർഷമാണ് 2025. ഹല്ലിയ. യെശയ്യാവിൻ്റെ 61 ഹാലലൂയ. എന്നിട്ട് അവിടെ ഒരു വാക്യം കൂടെ നമുക്കൊന്ന് നോക്കാം. ഹാലലൂയ. സ്തോത്രം. കർത്താവിന് മഹത്വം. തിരുവചനം ഇവിടെ പറയുന്നു, അതിൻ്റെ സെക്കറിയാവിൻ്റെ 61:9 യെശയ്യാവിൻ്റെ 61:9 വായിച്ച് ഇത് മക്കൾക്ക് വേണ്ടി പുതിയ വർഷത്തിൽ ഏറ്റെടുക്കണം. എന്നാ വെച്ചാൽ ദൈവം പറഞ്ഞു ഇരട്ടി, എല്ലാം ഇരട്ടിയ. അപ്പം മക്കൾക്ക് വേണ്ടിയും ഇത് ഏറ്റെടുക്കണം. 61:9. ജാതികളുടെ ഇടയിൽ അവരുടെ സന്തതിയെയും, Amen, their descendants will be recognized വംശങ്ങളുടെ മധ്യേ അവരുടെ പ്രജയെയും, and honored among the nations. Everyone will realize that they are a people the Lord has blessed. കണ്ടോ? 61:9. അവരുടെ വംശങ്ങൾ ദേശത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ കാണത്തക്ക വണ്ണം അവരെ റിക്കഗ്നൈസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ അവരൊരു അടയാളമായി നിൽക്കും. മറ്റുള്ളവർ പറയും, ഒയ്യോ ഇന്ന വീട്ടിലെ കുട്ടിയല്ലേ ഇത്, അത്ര അറിയപ്പെടുമെന്ന്. സ്തോത്രം. മാന്യ പദവി വരുമ്പം അറിയപ്പെടുമെന്ന്. ഹല്ലേലൂയ. രാജാവിൻ്റെ മകളെ നോക്കിയിട്ട് ആരെങ്കിലും പരിചയപ്പെടുത്തണോ? ദേ ഇത് നമ്മുടെ രാജ്യത്തെ രാജാവിൻ്റെ മകളാ, പരിചയപ്പെടുത്തണ്ട. ഇരട്ടി മാന്യത വരുമ്പം, ഇരട്ടി നന്മ വരുമ്പം, ഇരട്ടി അനുഗ്രഹം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റുള്ളവർ കണ്ടിട്ട് പറയും, അയ്യോ ഇത് ഇന്നയാളുടെ മോളാണ്, ഇന്നയാളുടെ മോനാണ്, ഇത് ഇന്നയാളുടെ ഭാര്യയാണ്, ഇന്നയാളുടെ ഭർത്താവാണ്. ഓ ഹല്ലേലൂയ. സ്തോത്രം. ചില അപ്പനമ്മമാർ അവരുടെ മക്കൾ വഴി പ്രശസ്തരായി തീരുക. ഹല്ലേലൂയ. സ്തോത്രം. ഏറ്റെടുക്കേണ്ടവരാ ദൂത് ഏറ്റെടുക്കുക. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന് മഹത്വം. എന്നിട്ട് 9 തിരുവചനം പറയുന്നു, and honored among the nations. ജാതികളുടെ ഇടയിൽ അവർക്ക് മാന്യ പദവി. Everyone will realize that they are a people the Lord has blessed. മറ്റുള്ളവരെല്ലാം കണ്ടിട്ട് അവർക്ക് മനസ്സിലാകും ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടമാണെന്ന്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഈ പുതിയ വർഷത്തിൽ വേറെ ഒന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും ഈ 3 വാക്യങ്ങൾ പ്രാർത്ഥിക്കണം. ലൂക്കാ സുവിശേഷം 4:19, യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 61:7, യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 61:9. ഹല്ലേലൂയ. സ്തോത്രം. ഇത് പ്രസാദ വർഷമാണ്. നമുക്കൊന്ന് ഈ പുതിയ വർഷത്തിൽ ഒന്ന് ഹല്ലേലൂയ പേപ്പറും പെന്നും ഒക്കെ എടുത്തിട്ട് ഒന്ന് ഹൃദയത്തിനകത്തെ ആഗ്രഹങ്ങളൊന്ന് എഴുതി വെച്ചേ. പുതിയ വർഷത്തിൽ 2025 പെട്ടെന്ന് 1-2 ആഗ്രഹങ്ങൾ എഴുതി വെച്ചേ. എനിക്ക് ഇന്നതാണ് ആഗ്രഹം, എൻ്റെ മക്കളെക്കുറിച്ച് ഇന്നതാണ്, എൻ്റെ ഭർത്താവിനെക്കുറിച്ച്, എൻ്റെ ഭാര്യയെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എൻ്റെ ജോലിയെക്കുറിച്ച്, എൻ്റെ പഠിത്തത്തിനെക്കുറിച്ച്, എൻ്റെ ഭാവിയെക്കുറിച്ച് എനിക്കിതാണ് ആഗ്രഹം. ഒന്ന് പെട്ടെന്ന് ഒന്ന് എഴുതി വെച്ചിട്ട് അതിൻ്റെ മേലൊന്ന് കൈ വെച്ചിട്ട് ഈ വചനങ്ങളൊന്ന് വിളിച്ചു പറഞ്ഞേ. ഇരട്ടി മാന്യത, ഇരട്ടി അനുഗ്രഹം, ഇരട്ടി സന്തോഷം. എൻ്റെ മക്കൾ അറിയപ്പെടും. ഹല്ലേലൂയ. എൻ്റെ കുടുംബം അറിയപ്പെടും, ദേശത്ത് മാനിക്കപ്പെടും. ഹല്ലേലൂയ. തലമുറ എൻ്റെ വംശം അറിയപ്പെടും. ഹല്ലേലൂയ. ഇത് പ്രസാദ വർഷമാണ്. അവിടെ എഴുതി വെച്ചേ, ഇത് പ്രസാദ വർഷമാണ്. ഈ പ്രസാദ വർഷത്തിൽ നിങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന അതിനോടൊപ്പം ഈ 3 വാക്യങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കണം. ഞാൻ ഉറപ്പായിട്ടും പറയാം, പുതിയ വർഷത്തിൽ അനുഗ്രഹത്തിൻ്റെ പുറത്ത് അനുഗ്രഹം,
നന്മയുടെ പുറത്ത് നന്മ, കൃപയുടെ പുറത്ത് കൃപ, പ്രസാദത്തിൻ്റെ പുറത്ത് പ്രസാദം, തേജസ്സിൻ്റെ പുറത്ത് തേജസ്, മാന്യതയ്ക്ക് പുറത്ത് മാന്യത. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കുന്ന വർഷ. നമുക്കൊന്ന് കൈയടിച്ച് കർത്താവിനെ സ്തോത്രം പറയാം. നന്ദി കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. പുതിയ വർഷം യേശപ്പ പ്രാർത്ഥിക്കുന്നു 2025 വലിയ അനുഗ്രഹത്തിൻ്റെ വർഷമായി തീരട്ടെ. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് ഞാൻ പ്രവചിക്കുന്നു ഇരട്ടി നന്മ, ഇരട്ടി അനുഗ്രഹം, ഇത്രയും നാളും കണ്ടിട്ടില്ലാത്ത നന്മകൾ ഹല്ലേലൂയ ചിലവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ. കർത്താവ് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ. അവർ ചുറ്റിനും നോക്കുമ്പോൾ ഫേവർ ഉണ്ടാവട്ടെ. അവരോട് ശത്രുതയായിട്ട് ഇരുന്നവർ പോലും അവർക്ക് ഫേവറബിൾ ആവട്ടെ. എതിരായി നിന്നവരൊക്കെ ഹല്ലേലൂയ അവരോട് കൂട്ടുകാരാവട്ടെ. അനുഗ്രഹിക്കപ്പെടട്ടെ. മാന്യ പദവികളിലേക്ക് എത്തട്ടെ. ഹല്ലേലൂയ മാനിക്കപ്പെടട്ടെ കർത്താവിനാൽ. ഹല്ലേലൂയ സകല നന്മയാൽ നിറയ്ക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.